ഈ ട്രെയിലറിലൊരു ചോദ്യമുണ്ട്, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്, അത് അവസാനം ചോദിക്കാം. അപ്പോൾ പാട്രിയോട്ടിന് ട്രെയിലർ വന്നിട്ടുണ്ട്. പാട്രിയോട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും ഒരു ദേശഭക്തൻ, നാഷണലിസ്റ്റ് മാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരം. ഇതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് നയൻതാര ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டர்ம்ல ஆத்தரைஸ் பண்ண சாஃப்ட்வேர் அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு நியாயமா தோணுதா? The next revolutionary service from Shakti Solutions, Samaj Seva, the social evaluator. വ്ലോഗ് നമ്പർ 112. മമ്മൂക്ക ഒരു യൂട്യൂബർ ആണോ? നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. പെരിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. Listen, Mike. She has some sensitive information from your computer. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവള് ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്നാ പോലീസ് പറയുന്നു. Is that similar to Periscope? Issue a lookout notice for Dr. Daniel James. Daniel James Sikka. I think my phone has been compromised. He's turned out to be a traitor. So the passenger has taken the opposite exit and he's going to the next terminal. How's that possible? ഡാനിയൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. ഡാനിയലാണ് കേന്ദ്ര കഥാപാത്രം. Daniel ആ സബിൻ എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, അതിൽ പ്ലേ ചെയ്ത വീഡിയോ, ഈച്ച് ആൻഡ് എവരിതിങ്. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is Yes. helping him. Someone. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോട് ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ? ഓ, ഒരു ഫൗജി സീനെ. Keep it low. അടിപൊളി. I need redemption. നമ്മൾ ഒരുമിച്ചല്ലേടാ എല്ലാം തുടങ്ങിയത്. Do we have a deal? He's a fucking trained bastard. ഓ, സാൻ. ಸರ್, ನೀವು ಟೆರರಿಸ್ಟ್ ಪೊಲೀಸ್ ಸರ್? Patriot. മതി മതി, ഇത്രയും മതി. ശരിക്കും പറഞ്ഞാല് ഈ ട്രെയിലറിലൊരു ചോദ്യമുണ്ട്, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്, അത് അവസാനം ചോദിക്കാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ട്രെയിലർ ഒരു ലെവലിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നയൻതാരയിൽ നിന്നൊരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ മമ്മൂക്കയുടെ എൻട്രി. ഡാനിയലാണ് ശരിക്കും മെയിൻ ക്യാരക്ടർ കേട്ടോ. സിനിമയിലെ മെയിൻ ക്യാരക്ടർ ഡാനിയലാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി കഥ എന്താണെന്ന് ഈസി ആയിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. കഥ വേറൊന്നുമല്ല, ഡൽഹി ബേസ് ചെയ്ത് ഒരു സൈബർ ക്രൈം വരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻറ് ലാപ്ടോപ്പ് സ്കീം എന്ന് പറഞ്ഞ പരിപാടി. ശരിക്കും ഡൽഹിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി. അതിലൊരു ബഗ്ഗൊക്കെ വന്ന് എറൊക്കെ വന്ന് ഭയങ്കര ന്യൂസൊക്കെ ആയതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെരിസ്കോപ്പ് എന്ന് പറയുന്ന ട്രെയിലറിൽ വീണ്ടും പറയുന്നുണ്ട്. എന്താണ് ഈ പെരിസ്കോപ്പ്? അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ഡോക്ടർ ഡാനിയൽ ഇതൊരു അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൽ ഡാനിയൽ ഒരു വലിയ മൂവ്മെന്റ് നടത്തും. വില്ലൻ ഫഹദ് ഫാസിലാണ്, ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഡാനിയലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാനിയലിന്റെ ചങ്ക് ബ്രോയായ
ആളുടെ പേര് പറഞ്ഞില്ല കേട്ടോ, ലാലേട്ടൻ വരുന്നു. ഒരു നോർമൽ ഗ്രാഫിൽ പോയിക്കൊണ്ടിരുന്ന ട്രെയിലർ പിന്നീട് മമ്മൂക്കയുടെ എൻട്രി വരുന്നു, പിന്നെ ഗ്രാഫ് കയറുന്നു, പിന്നീട് ലാലേട്ടന്റെ എൻട്രി വരുമ്പോൾ അതിന്റെ ഗ്രാഫ് ഹൈ പീക്ക് ലെവലിൽ എത്തണം. ഒരു കിക്ക് കിട്ടിയ പോലെ ഒരു എക്സ്ട്രാ എനർജിയാണ് ലാലേട്ടനെ കാണിച്ചപ്പോൾ. പിന്നെ ആ ഡയലോഗും ആദ്യമായിട്ടാണ് ഡാനി എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡയലോഗൊക്കെ. അതിനുശേഷമാണ് ശരിക്കും ലാലേട്ടന്റെ ആ കാല് പാടില്ലാത്ത ഒരു ഫൈറ്റ് സീക്വൻസ്. അയ്യോ, അത് തിയേറ്ററിൽ പൂരപ്പറമ്പായിരിക്കും, ഡാം ഷുവർ. ആ സീൻ തിയേറ്ററിൽ പൂരപ്പറമ്പായിരിക്കും. അത് അമ്മാതിരി ഫൈറ്റ് ആയിരിക്കും. പുള്ളി ആ ഒറ്റക്കാല് കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ കട്ട്സ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും ഒരു ബിഗ് ടിക്കറ്റ് മൂവിയുടെ ലാസ്റ്റ് ട്രെയിലർ കണ്ട് ഇത്രയും ഹൈപ്പ് കയറിയത് എമ്പുരാൻ്റെ ട്രെയിലറായിരുന്നു. അത് ഞാൻ പറയണ്ടല്ലോ, അടിപൊളി ട്രെയിലറായിരുന്നു. അതിற்கு ശേഷം വന്ന ഒരു കിഡിലൻ ട്രെയിലർ. എനിക്ക് എമ്പുരാനേക്കാൾ ഒരു പടി മേളിൽ ഈ ട്രെയിലർ ഞാൻ കൊടുക്കും. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. പതിയെ തുടങ്ങി അതിൻ്റെ ഒരു പേസ് കയറി പിന്നെ ലെവൽ സാധനം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ചോദ്യം എന്ന് പറയണത്, നിങ്ങൾ ഉത്തരം പറയണം. ഈ ട്രെയിലർ ശരിക്കും ആരാണ് തൂക്കിയത്? രണ്ടുപേരും ഒരുപോലെയാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ലാലേട്ടനോ മമ്മൂക്കയോ? ഉത്തരം കമൻറ്റ് ബോക്സ് പറയും. മെയ് 1 പടം റിലീസ്. FDFS ലോക്ക്ഡ്. അത്രേ ഉള്ളൂ.